ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇബാദത്തുകൾ ചെയ്യാനും മടി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. മടി എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനൊക്കെ നല്ലവണ്ണം ആഗ്രഹം ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാക്കും. പക്ഷേ ആ ടൈമിൽ നമുക്കതിന് നടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ വരിക, നമുക്കത് ചെയ്യാൻ അങ്ങോട്ട് കഴിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നമ്മൾ തന്നെ സ്വയം ഇനി അടുത്തതായിക്കോട്ടെ, അടുത്ത സമയം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുക. അതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഈ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ മടി ഉണ്ടാവും, നിസ്കരിക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനൊക്കെ മടി ഉണ്ടാക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ നമ്മൾ തന്നെ ഓരോ എക്സ്ക്യൂസുകൾ, ഓരോ കാരണങ്ങൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക. എന്നിട്ട് അതിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം, ചെറിയ കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് മുൻനിർത്തി നമുക്ക് വയ്യാന്നുള്ളതിൽ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇത് രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രോഗം, ഒരു പനിയോ എന്തെങ്കിലുമൊക്കെ, അപ്പോൾ അതല്ലേ പനിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ മടി, നോമ്പ് നോൽക്കാൻ മടി. ഇപ്പോൾ പനിയാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കണം എന്നല്ല പറയുന്നത്, നമുക്ക് സുഖം ഉണ്ടെങ്കിൽ നോമ്പ് നോറ്റാൽ മതി. ഇപ്പം നിസ്കരിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വയ്യെങ്കിലും നമുക്ക് നിസ്കരിക്കുന്നതാണ് ഉത്തമം എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ ഒരു വിശ്വാസി ഇങ്ങനെ കുറച്ചൊക്കെ വയ്യെങ്കിലും ഒന്നും നിസ്കരിക്കാതിരിക്കില്ല, നിസ്കരിക്കാതെ മറ്റ് ഇബാദത്തുകളൊന്നും ചെയ്യാതിരിക്കില്ല. യഥാർത്ഥ ഈമാനുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈമാനുള്ള ഒരു വിശ്വാസി. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രോഗമാണ്, അപ്പം നമ്മൾ നിസ്കരിക്കാതെ ഒരു വ്യക്തി, ചെറിയ രോഗമുള്ളൂ, അപ്പം തന്നെ നിസ്കരിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ? മടി ആയതുകൊണ്ട് ഒരു കാരണം അതിന് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പൊതുവായിട്ടാണ് കേട്ടോ പറയുന്നത്, ആരെയും ഇതാക്കിയിട്ടല്ല പറയുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വലിയ അത്യാവശ്യം നല്ലതിലുള്ള രോഗമാണ് എന്നുണ്ടെങ്കിലും കൂടി ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ആ രോഗം കാരണം നമ്മൾ നിസ്കരിക്കാതിരിക്കുന്നതുകൊണ്ട്, വലിയൊരു അത്യാവശ്യം നമുക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റാത്ത രോഗമാണെങ്കിൽ നിസ്കരിക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ഉത്തമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കിടന്നാണ് അയാൾക്ക് കിടക്കാൻ മാത്രം കഴിയണമെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. ഇനി കണ്ണ് തുറക്കാൻ, അല്ലെങ്കിൽ ഒന്നും ശരി അനക്കാനും കൂടി കഴിയുന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നിസ്കരിക്കണം എന്നാണ്. അത്രയും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അപ്പോൾ യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊന്നും നിസ്കരിക്കൽ നിർബന്ധമില്ലെങ്കിൽ കൂടി യഥാർത്ഥ ഒരു വിശ്വാസി, മനസ്സിൽ അള്ളാഹുവിനെ പേടിയുള്ള, ഇനിയും ഒരു ലോകമുണ്ട്, ആഖിറമുണ്ട് എന്ന ചിന്തയുള്ള വിശ്വാസികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്തെങ്കിലും ചെറിയ രോഗങ്ങൾക്കും കുറച്ച് ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നിസ്കരിക്കാതിരിക്കില്ല. പക്ഷെ നിസ്കരിക്കുന്നതാണ് ഉത്തമം. ഞാൻ പൊതുവായിട്ടാണ് പറയുന്നത് കേട്ടോ, മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള രോഗങ്ങളുണ്ട് എങ്കിൽ കൂടി, അല്ലെങ്കിൽ നമുക്ക് സുഖമില്ല എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പിൻ്റെ കാര്യം പിന്നെ നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ നമ്മൾ നോമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് സുഖമില്ല, അപ്പം നമ്മൾ നോമ്പ് നോറ്റില്ല, പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ മാറുന്നുണ്ടെങ്കിൽ പിന്നെ നോമ്പുകാരനെ പോലെ നിൽക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിലും നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ നോമ്പ് നോക്കാതിരിക്കുന്നത് കൊണ്ടും നിസ്കരിക്കാതിരിക്കുന്നത് കൊണ്ടും ഭയങ്കരമായിട്ട് സുഖമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെങ്കിലും ഉത്തമം എന്താണ്, നമുക്ക് കിടന്നൊക്കെ നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ നിസ്കരിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ചെറിയ രോഗങ്ങളും ഒന്നും അവരുടെ ഇബാദത്തുകളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ജോലി കഴിഞ്ഞ് ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ മടിയാണ്. അപ്പോൾ നിങ്ങളുടേത് മടിയൊക്കെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ മടി മാറ്റിയെടുക്കാം, അതുപോലെ തന്നെ നല്ല മനുഷ്യനാക്കാം, ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം, നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും മടി ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാം, ദേഷ്യം, വാശി, ക്ഷമക്കേട് തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ തരത്തിലുള്ള ഇതുകളൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനാകാം, അല്ലാഹു തആലയിലേക്ക് കൂടുതലെടുക്കാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അള്ളാഹുവിനെ ആക്കാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അള്ളാഹുവിനെ ആക്കാം. ഇങ്ങനത്തെയൊക്കെ എല്ലാ തരത്തിലുള്ള ഒരു പൂർണ്ണമായിട്ടും മുഅ്മിനായിട്ടുള്ള ആവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആനിക് റൂട്ട്സ് അക്കാഡമി ഈ നല്ല വിഷയമൊക്കെ ഇതിൽ തന്നെ തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് തൗബ എങ്ങനെയാണ് ചെയ്യുക, നമുക്ക് പുതുതായിട്ട് തൗബൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് അള്ളാഹുവിലേക്ക് തൗബൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻകഴിഞ്ഞ് പോയിട്ടുള്ള പാപങ്ങളെല്ലാം കരിച്ചു കളഞ്ഞിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനും ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ ഈ ഒരു ക്ലാസ് ഉപകരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോൻ്റെ താഴെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോൻ്റെ താഴെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അറിയാത്തവരുണ്ടാകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് മറ്റാരുടെ നമ്പറും മറ്റാർക്കും നിങ്ങളുടെ നമ്പറും കാണാൻ പറ്റില്ല, അഡ്മിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചേരുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് കോൾ ചെയ്യുന്നതാണ്, വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേരാൻ പറ്റും. പിന്നെ ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ, ഫീസ് 500 രൂപയാണ് ഫീ വരുന്നത്. അതും കൂടി മനസ്സിലാക്കുക. 500 രൂപക്ക് 20 ദിവസത്തെ ക്ലാസ്സാണ്. പിന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള സമയം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും 500 രൂപക്കൊന്നും 20 ദിവസത്തിന് ആരും ഇങ്ങനത്തെ ക്ലാസ്സും നിങ്ങൾക്ക് തരൂല. അപ്പോൾ ഈ ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കുമ്പോണ്ടായിരിക്കും നിങ്ങളായിരിക്കില്ല ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇതാകുമ്പോൾ അത് ഉറപ്പ് തരികയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.